ഇന്നും ഞാൻ എടുത്ത് ധരിക്കും. എന്താ സംഭവിക്കാന്നൊന്ന് കാണട്ടെ. ജയ് ഹോ ലാവണ്യ, ജയ് ഹോ. നിന്റെ ചങ്കുറപ്പന്റെ മുമ്പിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു. നിങ്ങളുടെ അനുവാദമില്ലാതെ പൂജാമുറിയിൽ കാല് വെക്കാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോ ഇവിടുത്തെ ആചാരങ്ങൾക്കൊക്കെ എതിരായി ലാവണ്യ അവൾക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ ആന്റി? എന്താ നിങ്ങളൊന്നും പറയാത്തത്? അത് എന്റെ വംശത്തിന്റെ മൂക്കുത്തിയല്ല. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരാത്തത്, ഞാനൊന്നും പറയാത്തതും. അമ്മയുടെ മൂക്കത്തിൽ തൊടാനുള്ള ധൈര്യം ഇതുവരെ ലാവണ്യ കാണിച്ചില്ല. എന്താണെന്ന് വെച്ചാ ഇതിനു മുമ്പ് അവള് തൊട്ടിരുന്നെങ്കിൽ അവള് ഭസ്മമായി പോയേനെ. അമ്മയെ ധിക്കരിച്ചാൽ അതാ സംഭവിക്കുക. അപ്പോ ഇത് ഒറിജിനൽ അല്ലല്ലേ? പൂജാമുറിന്ന് കട്ടെടുത്തതല്ലേ? അല്ല, ഞാൻ വാങ്ങിയതാ. ശരി, അടിപൊളി. ഇതറിയാതെ ഒരു കാര്യമില്ല, അത് പൊക്കി പറഞ്ഞു. പൂജാമുറിയിൽ ഉള്ളതിന് മാത്രമേ വിലയുള്ളൂ. എന്താ ഇതിന് വിലയില്ലേ? ലാവണ്യ, നിങ്ങളൊന്ന് പരിഗണിക്കുക അമ്മേ. പരിഗണന കൊടുക്കുന്നത് ധരിക്കുന്ന ആഭരണം നോക്കിയല്ല, പ്രവർത്തനം നോക്കിയാണ്. പാവം പെങ്ങക്ക് ഐഡന്റിറ്റി ക്രൈസിസ് വല്ലാതെ അടിച്ചിട്ടുണ്ട്. ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെയുണ്ട്. എന്തായാലും നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാളിയാ. മരുന്ന് കൊണ്ട് ചിലപ്പോ ഭേദമായാലോ. മനസ്സിന് നല്ല ശുദ്ധി ഉണ്ടെങ്കിലേ എല്ലാം ഭേദമായിക്കോളും. നോക്കുമോളെ, ഈ വീട്ടിലെ ആ മൂക്കുത്തിക്ക് ഒരു ചരിത്രമുണ്ട്. നിന്റെ അടുത്തുള്ളത് അമ്മയുടെ മൂക്കുത്തിയാണെന്ന് ആരോടെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാ അതത്ര നല്ലതിനാവില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ട. അടുപ്പത്ത് ചോറുമില്ല, ഹോട്ടലിൽ നിന്ന് വാങ്ങുമില്ല, നിങ്ങൾ കൊടുക്കേയില്ല, ഉള്ളതൊട്ട് ഇടാനും പറ്റില്ല. എന്തൊരു കഷ്ടാച്ചാ ഇതൊക്കെ. എല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെയൊന്നും പറയില്ലേ വസന്ത? നിങ്ങൾക്കൊക്കെ കുട്ടികളായിട്ട് തോന്നുന്നുണ്ടോ ഇത്? മുക്കൂതി ധരിച്ചോണ്ട് പുറത്തൊരുപാട് പേര് നടക്കുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രം ആർക്കെങ്കിലും ഈ വീട്ടിലെ മുക്കൂതി ധരിക്കുന്നുകൊണ്ടുള്ള വിലയോ സ്ഥാനമോ ഉണ്ടാവുന്നുണ്ടോ? അത്രയെങ്കിലും ചിന്തിച്ചൂടെ? ഒരു വിധത്തിലും എന്നെ ആരും അംഗീകരിക്കാത്തപ്പോ എനിക്കിതിന്റെ ആവശ്യം എന്താ? ലാവണ്യ, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. രാധ, നിന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ബോധമില്ലാണ്ട് സംസാരിക്കരുത്. വസന്തേ, നീ ഒന്ന് കുത്തി നോക്കുന്നോ? ഓ, എനിക്ക് വേണ്ട, നിങ്ങൾ കുത്തിക്കോ. എനിക്കിത് ചേരുമെന്നാണോ പറയുന്നേ? അല്ലെങ്കിലും ആണുങ്ങൾ ഇത് ധരിക്കാൻ പാടില്ല അല്ലേ അച്ഛാ? ഇക്കാര്യത്തില് വലിയ ഫലിതങ്ങളൊന്നും വേണ്ട. സോറി അച്ഛാ. മോള് കണ്ടോ, ആചാരങ്ങളോട് എല്ലാവർക്കും എത്ര വിമുഖതയാണുള്ളതെന്ന്. നമ്മുടെ സമ്പ്രദായങ്ങളെ നീ വേണം സംരക്ഷിക്കാൻ. അല്ലളിയാ, ഇത് ഗോൾഡാണോ അതോ റോൾഡ് ഗോൾഡാണോ? റോൾഡ് ഗോൾഡ്. ആ, അതെങ്ങനെ അത്ര ഉറപ്പിച്ച് പറയുന്നേ? വാങ്ങിക്കൊണ്ട് വന്നത് ഞാനായതുകൊണ്ട്. ഈ വീട്ടില് മറ്റെല്ലാവരെക്കാളും പരിഗണന ലഭിക്കുന്നത് ആവനിക്ക് ഒരു വിധത്തിലുള്ള പരിഗണന ലഭിക്കാനും ഞാൻ അനുവദിക്കില്ല.
നിഹാരികയുടെ ജാതകം ചിലപ്പോൾ ചേരുമായിരിക്കും. പക്ഷേ അവനെ ഓരോ സാഹചര്യത്തിലും ഞങ്ങളെല്ലാവരും രക്ഷിച്ചിട്ടുണ്ട്. ഗ്രാമോത്സവത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രസാദം തയ്യാറാക്കി. അവനെ അമ്മയുടെ ഭക്തിയാണെന്ന് തെളിയിച്ചില്ലേ? ഈ വീട്ടിലെ മരുമകളാകാനുള്ള അർഹത എല്ലാ വിധത്തിലും ഞാൻ താലി കെട്ടി ആവനിക്ക് മാത്രമാണെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ടമ്മേ. ആ വിശ്വാസത്തോടെ ഞാൻ ആവനിയെ ഒരേ ഒരു തവണ ഈ മൂക്കുത്തി ധരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു. ഇത് എൻ്റെ ഭാര്യയ്ക്ക് നീ കൊടുക്കണം. അയ്യോ, ആരെങ്കിലും കാണും ഏട്ടാ. വീടെന്നെ ആരും കാണാൻ പോകുന്നില്ല. വീട് ഏട്ടാ. എന്താ അങ്ങനെ നോക്കുന്നേ? കണ്ണടയ്ക്ക് ഞാൻ പറയാം. നമ്മൾ കേൾക്കുന്ന കാര്യം കണ്ണുകൾക്ക് മനസ്സിലാവില്ലേ? പിന്നെന്തിനാ കണ്ണടയ്ക്കുന്നേ? ഞാൻ പറയാൻ പോകുന്ന കാര്യം അത്രയ്ക്കും പ്രധാനപ്പെട്ടതാ. ഒന്ന് പെട്ടെന്ന് കണ്ണടയ്ക്കേണ്ട മാഡം. എന്താ ചെയ്യുന്നത്? ഞാൻ പറയുന്നതിനേക്കാളും താൻ കാണുന്നതായിരിക്കും നല്ലത്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. കണ്ണ് തുറന്നോട്ടെ ഏട്ടാ. ഫ്യൂ സെക്കൻഡ്സ് പ്ലീസ്. Now open your eyes. ഈ മൂക്കുത്തി ധരിച്ചു കഴിഞ്ഞപ്പോഴേ തന്നെ കാണാൻ അമ്മയെ പോലെ ഉണ്ട്. അത് മാത്രമല്ല, താൻ ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട്. ലാവണ്യ ഒരു മൂക്കുത്തി വാങ്ങിയതുപോലെ നിങ്ങളും ഈ മൂക്കുത്തി ഏതെങ്കിലും ഒരു ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണോ? കുറച്ചു നേരത്തേക്കെങ്കിലും എന്നെ ഹാപ്പി ആക്കാന്ന് കരുതി. ഇത് പുറത്തു നിന്നൊന്നും വാങ്ങിച്ചതല്ല അവനി. നമ്മുടെ പൂജാമുറിയിലുള്ള അമ്മയുടേതാ. സത്യമാണോ? ഈ ഞാനാണ് സത്യം. ജാതകം ചേരാത്തവരോ അർഹതയില്ലാത്തവരോ ഇത് ധരിച്ചു കഴിഞ്ഞാ അവരെ അത് ബാധിക്കൂ എന്നാ അമ്മ പറയാറുള്ളത്. അവര് ഭസ്മമായി പോവെന്നാ പറയാറ്. തനിക്കൊന്നും പറ്റിയില്ല. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ അതിന്റെ അർത്ഥം അമ്മ തന്നെ അനുഗ്രഹിച്ചു എന്നാ. ഇവിടുത്തെ മരുമകളായി അമ്മ തന്നെ അംഗീകരിച്ചു എന്നാ. അതെ ഏട്ടാ, എനിക്കെന്തോ വലിയ അത്ഭുതം തോന്നുന്നു. ഇതിലിപ്പോ അത്ഭുതപ്പെടാൻ മാത്രം എന്താ ഉള്ളേ? എന്നായാലും നമ്മുടെ വീട്ടിൽ സംഭവിക്കേണ്ടതും ഇത് തന്നെയാ. ഇത് ധരിക്കാനുള്ള അർഹത എനിക്ക് ലഭിച്ച അതിനേക്കാളും വലിയ എന്ത് ഭാഗ്യം എനിക്കുണ്ടാവുക? ആ ഭാഗ്യം തൻ്റേത് മാത്രമാ. അവനി, ഐ ലവ് യു അവനി.
ഹലോ സാറേ. അതെ സാറേ, നിങ്ങളെ തന്നെ. എന്താ പകൽ സ്വപ്നാണോ? ഛേ, എന്ത് സ്വപ്ന കണ്ടേ? മൂക്കുത്തി കൊണ്ടുവന്ന് തന്നെ ഞാൻ ധരിപ്പിച്ച് നമ്മളെ സന്തോഷിച്ച് അതാ സ്വപ്നം കണ്ടേ. അങ്ങനെയുള്ള ഭാഗ്യത്തിന് അർഹത വേണോന്ന് ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ അതത്ര പെട്ടെന്ന് നടക്കില്ലല്ലോ. എന്തായാലും നടക്കും. എന്താന്ന് വെച്ചാ താൻ മാത്രം എന്റെ ഭാര്യ. ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും താൻ മാത്രമായിരിക്കും എന്റെ ഭാര്യ. ഇറ്റ്സ് ഓക്കെ അവനി, അതൊന്നും സാരമില്ലടോ. ഞാനിവിടെ അവനി. ഛേ, മൂക്കുത്തിയുടെ കാര്യത്തില് നിങ്ങള് വളരെ വലിയ അപമാനമാ ചേച്ചി നേരിട്ടത്. അതേ ലാവണ്യ, ഞങ്ങൾക്ക് തന്നെ ഇത്ര വിഷമമുണ്ട്. അപ്പൊ നിനക്ക് എത്ര വിഷമം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇനി നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയാണെങ്കിലും നിനക്കൊരു ഐഡന്റിറ്റി കിട്ടാൻ പോകുന്നില്ല ലാവണ്യ. ചേച്ചി, പരിഗണനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നതിൽ തെറ്റില്ല. എന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാവും. ബട്ട് അത് എന്റെ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാവരുത്. നമ്മളൊന്നും തുടങ്ങിയിട്ട് പോലുമില്ല. എല്ലാവർക്കും ഒരുമിച്ചങ്ങ് പിടി വീഴും. നിന്റെ പോസ്റ്റിലേക്ക് അപേക്ഷ കൊടുക്കണ്ടെന്നോ? എന്താ നീ പറയുന്നേ? മുക്കുത്തിയെ കുറിച്ചാ ഞാൻ സംസാരിക്കുന്നത്. ആരെത്രയൊക്കെ തപസ് ചെയ്താലും ആ മുക്കുത്തി എനിക്ക് മാത്രം ഉള്ളതാ. അത് കാരണം കൊണ്ടുള്ള ബഹുമാനം കിട്ടേണ്ടതും എനിക്കാ. അതില് 1% പോലും സംശയം വേണ്ട. മുക്കുത്തിയുടെ കാര്യത്തിൽ മാത്രം അധികാരം എന്നോ അവകാശം എന്നൊക്കെ പറഞ്ഞ് തടസ്സം ആവരുത്. അത് ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. അപ്പോ ഞാൻ ഇവിടെ പേരിനൊരു മരുമകളല്ലേ? അപ്പോ സ്ഥാനം നോക്കുമ്പോ പുറകിൽ ഇറങ്ങി നിൽക്കണോ? അത് നിങ്ങളുടെ പ്രോബ്ലം ചേച്ചി, എന്റെ പ്രോബ്ലം അല്ല. പുറത്തുനിന്ന് വന്നവരെ തലേ കയറ്റി വെച്ചിട്ട് വീട്ടിലുള്ളവരെയൊക്കെ അപമാനിക്കുന്നോ? നിങ്ങളും പുറത്തുനിന്ന് തന്നെയല്ലേ വന്നത്? നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? നിർത്തിക്കേ. അല്ലാതെ പിന്നെ എന്താ ചേച്ചി, അവളീ പറയുന്നത് കേട്ടില്ലേ? ചേച്ചിയുടേത് അമ്മയുടെ ജാതകം ആയിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ നമുക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയും ഇല്ലെന്നല്ലേ? എന്റെ ഭാര്യ അങ്ങനെ മോശമാക്കി സംസാരിക്കണ്ട. പിന്നെ ഇപ്പൊ എല്ലാവരും എന്റെ നേർക്ക് തിരിയുന്ന എന്തിനാ? നിഹാരിക, ഒരു ലിമിറ്റ് വെക്കുന്ന നിനക്ക് നല്ലത്. ഞാനല്ലേ? നിങ്ങൾക്ക് പറ്റില്ലേ അത്? ലിമിറ്റ് ഒക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കാർക്കും ഇല്ലേ അത്? നീ സംസാരിച്ച് ഓവർ ആക്കണ്ട നിഹാരിക. എന്റെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെട്ടാ ഞാൻ ഇങ്ങനെ തന്നെയാ സംസാരിക്കാറ്. നിന്റെ കെട്ടും നെറ്റിയിലെ പൊട്ടും ഒക്കെ ഞങ്ങളുടെ കയ്യിലാ. അത് നീ നോക്കിയിരുന്നോ? എന്നെ പേടിപ്പിക്കുകയാണോ? അതെ, ഞാൻ പേടിക്കില്ല. ഈ ഗ്യാങ്ങിൽ നിന്ന് പുറത്തായാ പിന്നെ നിനക്ക് ഒരു വഴി ഉണ്ടാവില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? അങ്ങാടി തോറ്റേന് അമ്മയോടൊന്ന് പറഞ്ഞതുപോലെ ഉണ്ട് നിങ്ങളുടെ സ്വഭാവം. വഴക്കുണ്ടാക്കുന്നത് നിർത്തിയെന്തിനാ? മുടിയെ പിടിച്ച് കറക്കി വലിച്ചടിക്കേ. കാണാൻ നല്ല രസമായിരിക്കും. ഇതെന്തോന്നാ, കോമഡി ഷോ ആണോ? നിങ്ങളെല്ലാവരും വഴക്കടിച്ചോണ്ടിരുന്നോ? നാളെ ആ ആവണി നമ്മളെല്ലാവരെയും ഒരുമിച്ച് ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. യൂണിറ്റിയാണ് സ്ട്രെങ്ത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഇങ്ങനെ വഴക്കടിക്കുന്നത് ശത്രുക്കളുടെ കണ്ണിപ്പെട്ടാൽ അതിന്റെ കുറച്ചിൽ ആർക്കാ? നമ്മുടെ എല്ലാവരുടെയും യുദ്ധം ആവണിയോടാ. അതാരും മറക്കരുത്. ആദ്യം രണ്ടുപേരും കൂടെ ഒന്ന് കൈ കൊടുത്തേ. എന്നാ ഞാനും നിങ്ങൾ രണ്ടുപേരും കൂടെ കൈ കൊടുത്താൽ ഒരു നല്ല ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താ അത്? ആദ്യം കൈ ഒന്ന് കൊടുക്കട്ടെ. എന്റെ ഹസ്ബൻഡ് അങ്ങനെ അവസാനം ഒരു ഐഡിയ പറയാൻ പോവാ. അതെ, ആ കൈയൊന്ന് കൊടുക്ക്. സോറി ചേച്ചി. സോറി നിഹാരിക. അത് കൊള്ളാം.
ഇനി നമ്മൾ ആരാണെന്ന് ആ ആവണിക്ക് കാണിച്ചു കൊടുക്കാം. ഇനി ഒരു ഹഗ് അങ്ങ് കൊടുത്തേ. ഇപ്പൊ എന്തൊരു സമാധാനം ഉണ്ടല്ലേ. ഇനി കാര്യം എന്താന്ന് പറ. ലാവണ്യക്ക് മരുമകളാണെന്നുള്ള അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ലാവണ്യക്കും രാധാകൃഷ്ണനും പെട്ടെന്നൊരു കുട്ടി ഉണ്ടാവണം. പെട്ടെന്നൊന്ന് പറഞ്ഞാ കുട്ടി മുട്ട വിരിഞ്ഞ് വരുമോ ഇങ്ങോട്ട്? എല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഈ ടോപ്പിക് എന്തിനാട്ടാ? എനിക്കതിനുള്ള അർഹത ഇല്ലാഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? പല വിധത്തിൽ പ്രയത്നിക്കണം മോളെ. നമ്മുടെ കുറവുകൾ നമുക്ക് ശാപമായി മാറരുത്. മരുന്നോ മന്ത്രവോ നോക്കി സന്താന ഭാഗ്യം ഉണ്ടാക്കാൻ നോക്ക്. നിങ്ങൾക്കുണ്ടാകുന്ന ആൺകുട്ടിയായിരിക്കും വേദവതി അമ്മയുടെ ആൺമക്കളുടെ ആദ്യത്തെ കുട്ടിയാകാൻ പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഐഡന്റിറ്റിയൊക്കെ താനെ താനെ വന്നോളും. How is that? നിങ്ങൾ ഈ പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അളിയാ. ബുദ്ധിയില്ലാത്തവര് അവസരങ്ങൾ ഒരുപാട് തേടി നടക്കും. ബുദ്ധിയുള്ളവര്, അതായത് എന്നെ പോലെയുള്ളവര് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. നന്നായിട്ടൊന്ന് ആലോചിക്കാവുന്നതാണ്. പൃഥ്വിരാജേട്ടൻ പറഞ്ഞത് എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ടാ തോന്നുന്നു. ആ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ചേച്ചി. എന്റെ ഫുൾ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റിൽ മാത്രം കോമ്പറ്റീഷൻ വന്നാ എനിക്കത് സഹിക്കില്ല. ഈ നിഹാരിക നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടിയേനോ? സിസ്റ്ററെ, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തീവ്രമായിട്ടൊന്ന് ആലോചിക്കാൻ നോക്ക്. വേദവതി അമ്മേ. വരൂ തിരുമേനി. നമസ്കാരം തിരുമേനി. നമസ്കാരമുണ്ട്. ഇരുന്നോളൂ. നിങ്ങൾ നൽകിയ സംഭാവന കൊണ്ട് ശിവരാത്രിയുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. നേരിട്ടൊന്ന് വിളിക്കാമെന്ന് കരുതി വന്നതാ. കുടുംബസമേതം വരണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാണ്. അതെ പൂജാരി, സ്പെഷ്യൽ പ്രോഗ്രാംസ് വല്ലതും ഉണ്ടോ? കുറച്ച് ഭക്തര് ചേർന്ന് നാടകവും മറ്റോ നടത്തണ്ടെന്ന് ഇങ്ങനെ പറയണ കേട്ടു. നാടകമോ? അതെ മോളെ. വേദവതി അമ്മയുടെ നേതൃത്വത്തില് ശിവപൂജകളെല്ലാം നടത്തിയതിനു ശേഷം ഒരു നാടകം അവതരിപ്പിക്കണ്ടത്രേ. പരമശിവന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ഒരു പുരാണ നാടകമാണ് അവതരിപ്പിക്കുന്നത്. പ്രാർത്ഥനകളോടൊപ്പം തന്നെ നാടകങ്ങളിലൂടെയും ഭക്തരെ ബോധവാന്മാരാക്കുന്നതും പുണ്യ. എന്നാ ഞങ്ങൾ ഒരു നാടകം കളിക്കട്ടെ സ്വാമി? ആയിക്കോട്ടെ മോളെ, അത് നല്ല കാര്യല്ലേ. വീട്ടില് നടക്കുന്നതൊന്നും പോരെ മോളെ, ഇനി അമ്പലത്തിലും പോയി കളിക്കണോ? ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ ചേച്ചി. അയ്യോ അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാ ചേച്ചി. എന്ത് നാടകമാ കളിക്കുന്നേ? എല്ലാരെയും കണ്ട് ഇറങ്ങല്ലേ, ഞങ്ങൾക്കതിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അയ്യോ, നിങ്ങൾ ആരുടെ ആവശ്യമില്ല, ഞാനും ശ്രീകരട്ടനും മതി. നിങ്ങൾ ജസ്റ്റ് ഓഡിയൻസ് ആയിട്ട് ഇരുന്നാ മതി. നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വെരി സിമ്പിൾ രാധച്ചേട്ടാ. ജനങ്ങളുടെയൊക്കെ മുമ്പില് ശ്രീകരട്ടൻ ശിവനായിട്ടും ഞാൻ പാർവതിയായിട്ടും പ്രത്യക്ഷപ്പെടണം. അപ്പോ ഗംഗയാരാ? ആവനിയോ? പറ. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാ. ഞങ്ങൾക്കിടയിൽ ആവനി എന്തിനാ? ഗംഗ പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അത് പുരാണങ്ങളിൽ അങ്ങനെയായിരിക്കും. ഞങ്ങൾക്കിടയിൽ ആവശ്യമില്ല. ശ്രീകരേട്ടാ,